presented by St. Joseph's Zero Malabar Catholic Church. As the season of joy and hope surrounds us, we gather as one family to celebrate the birth of our Saviour, with hearts full of gratitude and love. Tonight we welcome you to an evening of music, movement, and meaning where tradition meets celebration. Buon Natale to all, and may peace and blessings abound. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാടിയ താരകൾ വിസ്മയമോടതു നോക്കി വാടിയ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി
വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. Love
പ്രാർത്ഥിച്ചു. ദാവീദ് ഗൃഹമേ കേൾക്കുകയും കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നീയോ ബെത്ലഹേം എഫ്രാത്താ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ദൈവത്തിന്റെ വചനം ഇടിമിന്നലായി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തറച്ചു. അതെ, അത് പ്രകാശത്തിന്റെ വാഗ്ദാനമായിരുന്നു. നസറേത്തിലെ ഒരു ചെറിയ വീട്ടിലെ വർഷങ്ങളോളം സന്താനങ്ങളില്ലാതെ വേദനിച്ച ദമ്പതികളായ യോവാക്കിയും ഭാര്യ അന്നയും ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്തി അഹോരാത്രം പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു. അവൾ മറിയ എന്ന് വിളിക്കപ്പെട്ടു. നസറേത്തിൻ നാട്ടിലെ ഭാവനി മേരിമാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പോവാൻ. അന്നേ, കർത്താവ് കനിഞ്ഞു നമുക്ക് നൽകിയ ഈ അമൂല്യമായ കുഞ്ഞിനെ ഞാൻ ദൈവത്തിനു മുമ്പിൽ ചെയ്ത വാഗ്ദാനം പോലെ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ സേവനത്തിന് സമർപ്പിക്കും. അതെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറിയം ദൈവത്തിന്റെ സേവകയായി വളരട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവർ മറിയത്തെ ബാല്യത്തിൽ തന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചു. അങ്ങനെ ദേവാലയത്തിൽ വളർന്ന മറിയം ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കെ ദൈവം ഗബ്രിയേൽ ദൂതനെ അവളുടെ അടുക്കളയിലേക്ക് അയച്ചു. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഞാനുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന നീതിമാനായ ജോസഫ്, ദൈവപിതാവിന്റെ ആഹ്വാനത്തെ ശിരസ വഹിച്ചവൻ, ദൈവപുത്രന്റെ കാവലാളായവൻ, ഇതിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ആ കാലത്ത് ലോകമുഖിയിൽ പേർവഴിച്ചാർത്തേണം എന്ന് അഗസ്ത്യോസ് കൈസറുടെ ആജ്ഞ പ്രകാരം ദാവീദ് ഗൃഹത്തിൽ പിറന്ന ജോസഫ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദയിലെ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. ദൈവപുത്രനെ പ്രസവിപ്പാൻ ഇടം തേടി ജോസഫും മറിയമും വലഞ്ഞു. എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു. ഒടുവിൽ വഴിയരികിൽ ഒരു പശുത്തൊട്ടിയിൽ രാജാതിരാജൻ പൂജാതനായി. കിഴക്കിൽ ഉദിച്ച നക്ഷത്രം കണ്ട് ആട്ടിടയന്മാർ ആദ്യം കുഞ്ഞിന്റെ അടുക്കലെത്തി. അതിനു പിന്നാലെ 3 വിദ്വാൻമാരും
ദൂരദേശങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ദൈവപുത്രനായ കുഞ്ഞിനെ വന്ന് കണ്ടു. അവർ പൊന്നും മൂരും കുന്തിരിക്കവും അവന് കാഴ്ചയായി അർപ്പിച്ചു.